നേരത്തെ ഒരു കുറ്റപ്പെടുത്തൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഒരു ഘട്ടത്തിലും നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം എന്തെങ്കിലും നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞു അത് വെള്ളത്തിൽ, കാരണം അത് വെള്ളത്തിലാണെന്നുള്ള ചാൻസ്, കാരണം ഏകദേശം അവിടെ 90% നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ മണ്ണെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് വെള്ളത്തിലാണെന്നുള്ള അനുമാനം. അവർക്കും ബോധ്യമില്ലായിരുന്നു എന്നുള്ളത്? ഇല്ല, അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം പറയുന്നത് ആ വാഹനത്തിനകത്ത് ഒരു 6 ദിവസത്തോളം നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉണ്ടായിരിക്കാം, പക്ഷേ അതിനുള്ള അവർക്ക് എന്തുകൊണ്ട് അപ്പോൾ ആദ്യം അവരെ വെള്ളത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ട് അവരെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് നമ്മൾ മറച്ചു വെച്ചു? ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിലാണെന്നുള്ളത്. ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വരുന്നത്. അത് അവരൊക്കെ പറഞ്ഞോട്ടെ, ഒരു വിവാദത്തിനൊന്നും ഇപ്പം ഞാൻ ഒന്നുമില്ല. വിവാദത്തിനൊന്നും ആത്യന്തികമായി അർജുനെ കണ്ടെത്തുക എന്നുള്ളത് അർജുനെ കണ്ടെത്തില്ല. വിവാദങ്ങൾ ഇനി നമുക്ക് അതിൽ കാര്യമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ, വീഴ്ചകൾ. അത് ആദ്യ ഘട്ടത്തിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ ഈ മീഡിയ എല്ലാവരും, നമ്മൾ ജനപ്രതിനിധികളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. അത് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ട കാര്യമാണ്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ആ വിവാദത്തിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. നാളെ കൃത്യമായിട്ടുള്ള മാപ്പിംഗ് നടത്തിയിട്ട് അവിടെ ഡൈവിംഗ് നടത്താം. രാവിലെ 6:30 മുതൽ ഡൈവിംഗ് ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ചെയ്തു കാണുന്നത്? എത്രയും പെട്ടെന്ന് അർജുനെ എടുക്കുക. അതിന് ഇപ്പം നമ്മൾക്ക് അവർ പറയുന്ന ടെക്നിക്കൽ റീസൺ നമ്മൾ മാനിക്കേണ്ട കാര്യമുണ്ട്. കാരണം അടിയൊഴുക്കുണ്ട്, നല്ല അടിയൊഴുക്കുണ്ട്. അത് നമ്മൾ മാനിക്കണം അവർ പറയുന്നത്. ഇപ്പോഴത്തെ തിരച്ചിലിൽ പൂർണ്ണമായിട്ട് തൃപ്തിയുണ്ട്.